തിരക്കഥയെഴുത്ത് നല്ല വശമുള്ള പ്രിയദർശൻ സംവിധായകൻ എന്ന നിലയിൽ തിരക്കേറിയപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കാതെ വന്നു. അന്ന് ചെന്നൈയിൽ സ്ഥിരതാമസക്കാരനായിരുന്ന ശ്രീനിവാസനെ പ്രിയൻ നിർബന്ധപൂർവം തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തി തന്റെ പുതിയ പടം എഴുതിയേ തീരൂ എന്ന് ആവശ്യപ്പെട്ടു. പകരം നല്ല ഒരു വേഷം ഓഫർ ചെയ്തു. ഗത്യന്തരമില്ലാതെ ശ്രീനി പേന കയ്യിലെടുത്തു. ആ സിനിമയാണ് ഓടരുതമ്മാവ ആളറിയാം എന്നത്. അതിനെക്കുറിച്ച് പിൽക്കാലത്ത് ശ്രീനിവാസൻ സഹജമായ ശൈലിയിൽ പറഞ്ഞ ഒരു കമന്റ് ഉണ്ട്. തിരക്കഥാരചന എന്ന അണ്ടകടാഹത്തിലേക്ക് എന്നെ ബലമായി തള്ളിയിട്ട ഭീകരനാണ് പ്രിയദർശൻ. ഇതിന് മറുപടി എന്നോണം പ്രിയദർശൻ ശ്രീനിവാസനെ കുറിച്ച് പറഞ്ഞത് ഗുരുതുല്യനായ സുഹൃത്ത് എന്നാണ്. എന്തായാലും ഓടരുതമ്മാവ എന്ന പടം നന്നായി ഓടി. പിന്നാലെ ജഗദീഷിന്റെ കഥയിൽ സിബി മലയിൽ മുത്താരം കുന്ന് പിയോ എന്ന പടം പ്ലാൻ ചെയ്തപ്പോഴും തിരക്കഥ എഴുതാനുള്ള ചുമതല ശ്രീനിയുടെ തലയിലായി. നടനായി നിലനിൽക്കാനും വളരാനും തിരക്കഥ എഴുത്ത് കൂടിയേ തീരൂ എന്ന ബോധ്യം വന്നതോടെ ശ്രീനി വീണ്ടും പേന കയ്യിലെടുത്തു. മുത്താരം കുന്നും ഹിറ്റായതോടെ ഒന്നിനു പിറകെ മറ്റൊന്നായി സിനിമകൾ ശ്രീനിയെ തേടി വന്നു. ബോയിങ് ബോയിങ് അടക്കം അക്കാലത്ത് വൻ ഹിറ്റായ പല പടങ്ങൾക്കും തൂലിക ചലിപ്പിച്ചത് ശ്രീനിവാസനായിരുന്നു. എന്നാൽ ഇതൊന്നും ശ്രീനിവാസൻ ടച്ച് എന്ന് പറയാവുന്ന സിനിമകളായിരുന്നില്ല. ഗതികേട് കൊണ്ട് സ്ലാപ്സ്റ്റിക് കോമഡി ചിത്രങ്ങൾ എഴുതിയ ശ്രീനി ക്രമേണ സ്വയം കണ്ടെത്തുകയും സ്വയം തെളിയുകയും ചെയ്തു. അതിന് നിമിത്തമായത് സംവിധായകൻ സത്യനന്ദിക്കാടായിരുന്നു. ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഗുസ്തിക്കാരുടെ കഥ പറഞ്ഞ മുത്താരം കുന്ന് പിയോ എന്ന സിനിമ കണ്ട സത്യനന്ദിക്കാടിന് താൻ ഇക്കാലം അത്രയും തേടി നടന്ന എഴുത്തുകാരനെയാണ് കയ്യിൽ കിട്ടിയത്.